എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് ഒരു സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് ആണ്. സെയിം നമ്മൾ ഒരു നെറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അതേ ഒരു ടഫ്നെസ് കൂടി വരുന്ന അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ വരുന്ന ഒരു സിലബസ് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുക. നിങ്ങൾ നെറ്റിന് വേണ്ടി സെറ്റ് പ്രിപ്പയർ എങ്ങനെ ആയാലും ഇപ്പൊ നിങ്ങൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും സെറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതിന്റെ ഏകദേശം ഒരേ രീതിയിലാണ് അതിന്റെ സിലബസ് വരുന്നതെന്ന് പറയുന്നത്. ഭയങ്കര ഡീപ്പായിട്ട് ചോദിക്കാറുള്ള ഒരു എക്സാമാണ് സെറ്റ് എന്ന് പറയുന്നത്. നെറ്റും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡീപ്പായിട്ട് നന്നായിട്ട് ഒറ്റ പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റിനാണെങ്കിലും ഇതേ സെയിം സിലബസ് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഷുവർ ആയിട്ട് നിങ്ങൾ അത് ക്രാക്ക് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെന്തായാലും നോക്കാൻ പോകുന്നത് സെറ്റിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ ഈ പരീക്ഷ നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുൻപ് സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സിലബസിന്റെ. എന്താണ് സിലബസ്? ഓക്കെ, അതിന്റെ സെറ്റിന്റെ ജനറൽ പേപ്പർ 1ന്റെ സിലബസ് എന്താണ്, എങ്ങനെയാണ് അത് നോക്കേണ്ടത്, അതിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പ്ലേലിസ്റ്റ് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്ലേലിസ്റ്റിൽ അതിന്റെ ബാക്കിയുള്ള കുറെ ചോദ്യങ്ങളും MCQ സെഷൻസ് ഉണ്ടായിരിക്കും. യു ക്യാൻ റെഫർ. അപ്പോൾ ബേസിക്കലി അത് അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ നെറ്റിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സെറ്റിനും ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രയും ഒരു അടുത്ത് ഉള്ള ഒരു സിലബസ് ആണ് ഇത് രണ്ടിനും ഉള്ളത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് വരുമ്പോൾ അതിൽ മൊഡ്യൂൾ 1 തൊട്ട് 13 വരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മൊഡ്യൂൾ 1 തുടങ്ങുന്നത് നമ്മുടെ 15-ാം നൂറ്റാണ്ടിൽ. ഓക്കെ, അതിൽ വരുന്ന ഏരിയാസ് ആണ്. അപ്പോൾ ചോസറിന്റെ ഏജ് തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. ചോസേഴ്സ് ഏജ് എന്ന് പറഞ്ഞ് അതിൽ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ചോസറിന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ലാംഗ്ലാൻഡ്, ഗോവർ. ഓക്കെ, അതുപോലെ ജനറൽ പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസ്. ഓക്കെ, അപ്പൊ കാൻറ്റർബറി ടെയിൽസ് എന്താന്ന് പഠിച്ചത് തുടങ്ങുന്ന തൊട്ട് ആണ് ഈ ഒരു ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ചോസർ ആണ് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കവി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ലാംഗ്ലാൻഡും ഗോവറും അതിന്റെ കൂടെ ഉണ്ട്. അവരുടെ കവിതകളും അല്ലെങ്കിൽ വർക്കുകളും നോക്കുക. അതുപോലെ തന്നെ കാൻറ്റർബറി ടെയിൽസ് എന്നുള്ള ജനറൽ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തിലാണ്, ഏത് വരിയിലാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കുന്ന ഒരു രീതിയാണ് അതിൽ വരിക. ഈ മൊഡ്യൂൾ 2ലേക്ക് നോക്കുകയാണെങ്കിൽ ഏർലി റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട് വരുന്നുണ്ട്. കാക്സ്റ്റൺ, മെലറി, മാലറി എന്നും പറയാറുണ്ട്, സോങ്സ് ആൻഡ് ബല്ലാഡ്സ്, അതുപോലെ തോമസ് മോറിന്റെ ഉട്ടോപ്പിയ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ HSSTക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്നത്. ഉട്ടോപ്പിയൻ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. ഓക്കെ, ഒരിക്കലും ഉണ്ടാവാത്ത ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് അവിടെ ബേസിക്കലി പറയുന്നത്. അപ്പോൾ തോമസ് മോറിന്റെ ഉട്ടോപ്പിയയും കൂടെ അതിൽ ഫേമസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വർക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെങ്കിൽ ലേറ്റ് റിനൈസൻസ് ആണ് വരുന്നത്. അതായത് ആ ഒരു ഏജ് കഴിയുമ്പോഴേക്ക് വരുന്ന ഇംഗ്ലണ്ടിൽ എന്തായിരുന്നു. അപ്പൊ ഈ ആട്ടും സറയും ഉണ്ടായിരുന്നു. അതുപോലെ ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് സോണറ്റ്, സ്പെൻസറിന്റെ പ്രൊത്തലാമിയൻ വരുന്നുണ്ട് അവിടെ. സ്പെൻസറിയൻ സോണറ്റ് എന്താന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾക്ക് അറിയാം സോണറ്റ് എവിടെ നിന്നാണ് ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അത് സ്പെൻസേറിയൻ സോണറ്റ് ആവുമ്പോൾ അതിന്റെ റൈമിംഗ് പാറ്റേണിൽ എന്ത് വ്യത്യാസം വരുന്നു, അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഷേക്സ്പിയറിലേക്ക് ആവുമ്പോൾ അതിൽ എന്താണ് അതിന്റെ റൈമിംഗ് പാറ്റേണിലുള്ള വ്യത്യാസം, റൈമിംഗ് സ്കീമിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. റൈറ്റ്. അതുപോലെ സ്പെൻസറിന്റെ പത്തലാമിയൻ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു കവിതയാണ്. അതും നമുക്ക് പഠിക്കേണ്ടി വരും. അതുപോലെ മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ്, പ്രോസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ തുടങ്ങുന്നത് അവിടെ തൊട്ടിട്ടാണ്. ഇപ്പോൾ സിഡ്നി വരുന്നുണ്ട്, അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന പോയട്രി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ള വർക്കാണത്. അതുപോലെ ബേക്കന്റെ എസ്സേസ് വരുന്നുണ്ട്, ഹോബ്സിന്റെ വരുന്നുണ്ട്, അതുപോലെ തോമസ് ബ്രൗണിന്റെ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവര് ചേർത്തിട്ടുള്ള യൂണിവേഴ്സിറ്റി വിറ്റ്സിന്റെ പ്രധാനപ്പെട്ട വർക്കുകളും അവർ ആരാണ്, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കാം. റൈറ്റ്. അടുത്തത് മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ റൈസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ. അവിടെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വരുന്നത്. ഇംഗ്ലീഷ് ഡ്രാമയിലേക്ക് വരുമ്പോൾ അവിടെ മിസ്റ്ററി ആൻഡ് മിറാക്കിൾ പ്ലേസ് എന്താണ് എന്ന് പറയാം. അതുപോലെ മൊറാലിറ്റി പ്ലേസ് എന്താണ്, അതിന്റെ കൂടെ ഇന്റർലൂഡ്സ്, അതിന്റെ ഇടയിൽ വന്നിരുന്ന ഒരു ചെറിയ ഒരു പോർഷൻ ആയിരുന്നു ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒന്ന് വരുന്നതാണ് ഈ ഗോർബോഡക് എന്ന് പറയുന്നത്. അതുപോലെ റാൽഫ് ഡോയ്സ്റ്റർ, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്നത്. ഇത് എവിടെ നിന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ CUT എക്സാം എഴുതുന്നവരെ കഴിഞ്ഞവരാണെങ്കിൽ പോലും അതിൽ അടക്കം ഈ ഒരു ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. പക്ഷെ അത്രയും ഡീപ്പ് ആയിട്ടുള്ളതും കൂടിയാണത്.
ഇനി ഇംഗ്ലീഷ് ഡ്രാമയുടെ തുടർച്ചയാണ്. റിവെഞ്ച് ട്രാജഡീസ് വരാറുണ്ട്. അപ്പൊ തോമസ് കിഡ് വരും, മാർലോ വരും. മാർലോന്റെ ഒക്കെ പ്രധാനപ്പെട്ട 4-5 വർക്കുകളേ ഉള്ളൂ ആക്ച്വലി ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. പക്ഷെ അഞ്ചും അതിനനുസരിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരു എന്താ പറയാ, സ്വന്തം ജീവൻ കൊടുത്ത് ശക്തി നേടാൻ പ്രാപ്തനായ ഒരാളാണ് ആര്, ഈ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ ഏകദേശം ഒരു ഡ്രാക്കുള കഥകളിലെ പോലെ അദ്ദേഹത്തിന്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ശക്തി നേടുന്നത്. ഓക്കെ, പവർ നേടുന്നത് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ട്. അതിന് അവസാനം അന്ത്യം എങ്ങനെയാണ് എന്നുള്ളതാണ് ആ കഥയുടെ ഒരു സാരാംശം. റൈറ്റ്. അപ്പോ അതുപോലെ ബ്ലാങ്ക് വേഴ്സ് എന്താണ്, വെബ്സ്റ്റർ അദ്ദേഹത്തിന്റെ, അതുപോലെ ബെൻ ജോൺസണിലേക്ക് വരുന്നുണ്ട്, കോമഡി ഓഫ് ഹ്യൂമേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ റിവെഞ്ച് ട്രാജഡി എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി നമ്മളുടെ പ്രോസിന്റെ തുടക്കമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എലിസബത്തൻ ഏജ് എന്ന് നമ്മൾ ഊന്നി ഊന്നി പറയുന്നതാണ് എലിസബത്തൻ ഏജ്. അതിൽ സ്റ്റേജ് എന്തായിരുന്നു, സെറ്റിംഗ് എങ്ങനെയായിരുന്നു, ഓഡിയൻസ് പാട്രണേജ് ആരായിരുന്നു, കിങ് ക്യൂൻ ആരായിരുന്നു, അതുപോലെ തിയറീസ് ആൻഡ് തിയേറ്റേഴ്സ് ഇൻ ഇംഗ്ലണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ തിയേറ്റർ ആയിരുന്നുണ്ട്? അപ്പൊ ഗ്ലോബ് തിയേറ്ററിനെ നമുക്ക് പരിചയപ്പെടാം. അത് ഏകദേശം നമ്മുടെ ഷേക്സ്പിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയേറ്റർ ആയിരുന്നു ഗ്ലോബ് എന്ന് പറയുന്നത്, ഗ്ലോബ്. അതുപോലെ കുറെ തിയേറ്റേഴ്സ് അവിടെ വരുന്നുണ്ട്. അതുപോലെ സ്റ്റേജ് കൺവെൻഷൻസ് എന്തായിരുന്നു, സോളിലോക്കി എന്താണ്, അസൈഡ് എന്താണ്, മാസ്ക് എന്താണ്. ഈ മാസ്കിന്റെ ഒക്കെ തുടർച്ച, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് തിയേറ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ഗ്രീക്ക് തിയേറ്ററിനെ ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ നന്നായിരിക്കും. ഗ്രീക്ക് തിയേറ്ററിന്റെ ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഷേക്സ്പിയർ, അദ്ദേഹത്തിന്റെ കോമഡീസ്, ട്രാജഡീസ്, ഹിസ്റ്റോറിക്കൽ പ്ലേസ്, പ്രോബ്ലം പ്ലേസ്, അത് എവിടെ നിന്നൊക്കെ എടുത്തു സോഴ്സസ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിനെ നോക്കുകയാണെങ്കിൽ കുറെ അദ്ദേഹം പറയുന്ന ഈ ഡ്രാമാസ് അത് പഴയ പഴയ വർക്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും, ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും, വേറെ ആൾക്കാരുടെ വർക്കിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് എഴുതിയതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഷേക്സ്പിയർ എന്ന ഒരു ചോദ്യമെങ്കിലും എപ്പോഴും വരാറുണ്ട്. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ പഠിച്ചു പോകുന്ന അദ്ദേഹത്തിന്റെ 4 പ്രധാനപ്പെട്ട എന്താ പറയാ, ഹോം എന്ന് പറയുന്ന HOLM, അങ്ങനെയാണ് നമ്മൾ പറയാ. HOLM പ്രധാനപ്പെട്ട ട്രാജഡീസ് ആണ്. HOLM എന്ന് പറയുമ്പോൾ ഹാംലെറ്റ്, O പറയുമ്പോൾ ഒഥല്ലോ, L പറയുമ്പോൾ കിങ് ലിയർ, M പറയുമ്പോൾ മാക്ബത്ത്. ഇതാണ് നമ്മൾ കൂടുതൽ പഠിച്ചു പോവുക. എത്ര പ്ലേസ് ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നമ്മൾ 37 എന്ന് പറയും. എത്ര സോണറ്റ് ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ 154 എന്ന് പറയും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ എഡിറ്റഡ് വേർഷൻ വരുന്നത് 1909 കഴിയുന്നു. അതിന് ശേഷം 23 വരുന്നുണ്ട്. അതിനുശേഷം 32 വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾക്ക് എന്നും അറിയുന്ന ഒരു നോളജ് ആണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ്. അതിലുപരിയായിട്ടായിരിക്കും അവരെന്നും ചോദിക്കാറുള്ളത്. ഇനി മൊഡ്യൂൾ 9 വരുമ്പോൾ ലാംഗ്വേജ്, ഫോളിയോ, പോർട്രോ, ഷേക്സ്പീരിയൻ സോണറ്റ്, അതായത് അദ്ദേഹത്തിന്റെ സോണറ്റുകളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അടുത്തൊരു ഏരിയ വരുന്നുണ്ട്, മെറ്റാഫിസിക്കൽ പോയട്രി. ജോൺ ഡൺ ആണ് ഇതിൽ പ്രധാനപ്പെട്ട ആൾ വരുന്നത്. കാരണം ഏലിയറ്റ് വരെ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ കാനനൈസേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയമാണ് പറയുന്നത്. ഹെർബർട്ട് വരുന്നുണ്ട്, വോഗൻ വരുന്നുണ്ട്, മാർവൽ വരുന്നുണ്ട്, മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്താന്ന് വരുന്നുണ്ട്. ഇവരിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. ഡണ്ണിന്റെ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ മാർവലിന്റെ ആയിരിക്കും. ആൻഡ്രൂ മാർവലിന്റെ ഇഷ്ടംപോലെ കവിതകളുണ്ട്, കുറച്ചും കൂടി സെൻഷ്വൽ ആയിട്ടുള്ള കവിതകൾ അവിടെ കാണാൻ പറ്റും. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിറ്റാൻ ഇംഗ്ലണ്ട് വരുന്നുണ്ട്. അതിൽ റിഫർമേഷൻ എങ്ങനെ വരുന്നു, അതിൽ ആരായിരുന്നു രാജാവ്, എലിസബത്തിന് ഏജ് കഴിഞ്ഞ ആര് വരുന്നുണ്ടായിരുന്നു, ഹിസ്റ്ററിയാണ് അത് ബേസിക്കലി. ഒലിവർ ക്രോംവെൽ ആരായിരുന്നു, ആരെ കീഴടക്കിയിട്ടാണ് അവരുടെ റൗണ്ട് ഹെഡ്സ് ടേബിൾ, അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ് വന്നത് ആരെ കീഴടക്കിയിട്ടാന്ന് പറയുന്നുണ്ട്. കോമൺവെൽത്ത് എന്താന്ന് പറയുന്നുണ്ട്, അതിനെ ലീഡ് ചെയ്തതാണ് ഈ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന ആള്. ജോൺ ബെന്യന്റെ പിൽഗ്രിം പ്രോഗ്രസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പിന്നീട് ആ ഒരു രീതിയിൽ നമ്മളുടെ ജോൺ ഡ്രൈഡൻ ഒക്കെ ആ ഒരു ഏരിയയിൽ വന്ന് എഴുതുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ക്രോംവെല്ലിന്റെ റൗണ്ട് ഹെഡ്സ് അത് കഴിഞ്ഞിട്ട് ആര് വന്നു എന്നുള്ളത്. അതുപോലെ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 1, ലിസിഡേഴ്സ് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സോണറ്റ്സ് വരുന്നുണ്ട്, പ്രോസ് വരുന്നുണ്ട്, ഫാംലെറ്റ്സ് വരുന്നുണ്ട്. അടുത്തത് ദ റെസ്റ്റോറേഷൻ പീരീഡ് വന്നു കഴിഞ്ഞാൽ ഡ്രാമ, കോമഡി ഓഫ് മാനേഴ്സ് എന്താണ്, വില്യം കോൺഗ്രീവ് അങ്ങനെയാണ്. അതുപോലെ വില്യം റൈച്ചേർലി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളെ കുറിച്ചാണ് വരുന്നത്. ഹ്യൂമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വർക്കുകൾ കോമഡി ഓഫ് മാനേഴ്സിൽ നിന്ന് അവർ എഴുതിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് അവിടെ കാണാൻ പറ്റുന്നതാണ്. അടുത്തത് നിയോ ക്ലാസിക്കൽ ഏജ് വരികയാണെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അതായത് ആ ഒരു ഏജിന്റെ അവസാനത്തോടു കൂടി മാറുന്നുണ്ട്.
മുഴുവനായിട്ടുള്ള എഴുത്തുകളും അതുപോലെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അവിടെ മാറുന്നുണ്ട്. അതുപോലെ ഹീറോയിക് ഡ്രാമ എന്തായിരുന്നു, ആന്റി സെന്റിമെന്റൽ കോമഡി, അതുപോലെ ഷെറിഡാന്റെ എഴുത്തുകൾ വരുന്നുണ്ട്. ഗോൾഡ് സ്മിത്തിന്റെ പ്രധാനപ്പെട്ട ദ വില്ലേജ് എന്ന് പറയുന്ന പോലെ കവിതകൾ വരുന്നുണ്ട്. ഇനി അടുത്തതാണ് പോപ്പുലർ പ്രോസ് റൈറ്റിംഗിൽ വരുന്നത് ഡയറീസ്, അതുപോലെ നോട്ട്സ് ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. സാമുവൽ പെപ്പെ അതിൽ വരുന്ന ആളാണ്. പീരിയോഡിക്കൽ എസ്സേസ് വരുന്നുണ്ട്. അവിടെ തൊട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പീരിയോഡിക്കൽ എസ്സേസ്, അത് വന്ന ഡേറ്റ്, അത് കൊണ്ടുവന്ന ആൾക്കാർ എന്നുള്ളത്. അതിൽ ആഡിസൺ വരുന്നുണ്ട്, സ്റ്റീൽ വരുന്നുണ്ട്, ടാറ്റ്ലർ വരുന്നുണ്ട്, സ്പെക്ടേറ്റർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോഫി ഹൗസസും അതുപോലെ ക്ലബ്സും ആ ഒരു ടൈമിൽ പ്രധാനപ്പെട്ട പോപ്പുലർ ആയിട്ട് വരാൻ കാരണമെന്ന് ചോദിക്കാറുണ്ട്. കാരണം അതൊരു ലിറ്ററേച്ചർ റിവൈവ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. അവിടെ എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് സംസാരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്, ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ. അടുത്തത് ഡ്രൈഡനും പോപ്പും ആണ് വരുന്നത്. ഡ്രൈഡന്റെ പോപ്പിന്റെ ഒരു MCQ സീരീസ് നമ്മളുടെ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ നന്നായിരിക്കും. റൈറ്റ്, അത് മോക്ക് ഹീറോയിക് ആൻഡ് മോക്ക് എപ്പിക്കുകൾ മാറ്റ് ഫ്ലക്നോ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന ട്രൈഡന്റെ പോപ്പിന്റെ വർക്കുകൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. പ്രധാനപ്പെട്ട വർക്കുകൾ ഏതാണെന്ന് പേരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അടുത്തത് ഡോക്ടർ ജോൺസൺ ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. അതുപോലെ സ്വിഫ്റ്റ്, ബർക്ക്, ജോൺ ലോക്ക് എന്ന് പറയുന്ന അവിടേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു ഫിലോസഫിക്കൽ ആയിട്ട് ഉള്ള ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി അടുത്തതാണ് റൈസ് ഓഫ് ദ നോവൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഈ യൂണിറ്റ് 1 കാണാൻ പറ്റുക, യൂണിറ്റ് ഫുൾ 1 മുഴുവനായിട്ട്. ഓക്കെ, അപ്പോൾ ഡാനിയൽ ഡെഫോ, സാമുവൽ റിച്ചാർഡ്സൺ, എപ്പിസ്റ്റോളറി നോവൽസ് എന്താണ് അറിയാലോ. ഇപ്പോൾ നമ്മളെ ഡ്രാക്കുളയൊക്കെ വരുമ്പോഴേക്ക് എപ്പിസ്റ്റോളറി നോവലായിട്ടുള്ളത് വരുന്നതാണ്. ഓക്കെ, കത്തുകളിലൂടെ എഴുതുന്ന നോവലുകളെയാണ് നമ്മൾ വിളിക്കുന്നത്. സ്മോളറ്റ്, ഫീൽഡിങ്ങിന്റെ വർക്കുകൾ. പിക്കാരസ് നോവൽ എന്തായിരുന്നു, സ്റ്റേണിന്റെ വർക്കുകൾ ഏതാണ്. അതുപോലെ ട്രാൻസിഷൻ പോയട്രി, ഗ്രേഡ് ആൻഡ് LG റിട്ടണിന്റെ കൺട്രി ചർച്ചയാർട്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ അധികം സംസാരിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്ന തൊട്ട് പഠിച്ചു വരുന്നതാണ് ഈ ചർച്ചയാർഡ് പോയം എന്ന് പറയുന്നത്. ചർച്ചയാർഡ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ കോളിൻസ്, കൂപ്പർ, ബേൺസ്, ബ്ലേക്ക്. ഇതൊക്കെ നമ്മൾ വേറൊരു രീതിയിൽ കാണും, കാരണം ബ്ലേക്കിന്റെ ഒന്നും വർക്കുകളെ വിട്ട് നമുക്ക് ലിറ്ററേച്ചറിൽ മുന്നിൽ പോകാൻ പറ്റില്ല. വില്യം ബ്ലേക്ക് അത്രയും നല്ല വലിയ റൈറ്റർ ആയിരുന്നു. യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസം വരുന്നുണ്ട്, പേഴ്സിന്റെ റിലേറ്റ്സ് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ റൊമാൻറ്റിസിസം എവിടെ തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി തുടങ്ങിയത് നമ്മൾക്ക് ഈ ഇംഗ്ലണ്ടിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ജർമ്മനും ഫ്രഞ്ചും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെയാണ് അതിന്റെ തുടക്കം നമുക്ക് കാണാൻ പറ്റുക. അതിനുശേഷമാണ് അത് ഇതിൽ വരുന്നത്. അപ്പോൾ റിട്ടേൺ ടു നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റിവിറ്റി, ലാംഗ്വേജ് എങ്ങനെ വരും. അതുപോലെ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബല്ലാഡ്സ് വരുന്നുണ്ട്. അപ്പോൾ 1798, 1800, 1802 ഈ വർഷങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാം. അതുപോലെ ഏർലി റൊമാൻറ്റിക്സ്, വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, അതുപോലെ 3 ലേക്ക് പോയറ്റ്സ് പറയുന്നുണ്ട്. സതയും കൂടി ചേർന്നിട്ടുള്ളവരാണ് ഈ ലേക്ക് പോയറ്റ്സ് എന്നറിയപ്പെടുന്നത്. വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, സതയാണ് ലേക്ക് പോയറ്റ്സ് എന്നറിയപ്പെടുക. ലിറിക് ഉണ്ടായിരിക്കും. ഓഡ് എന്താണ്, അവർ പ്രധാനപ്പെട്ട എഴുതിയ വർക്കുകൾ ഏതാണ്. പിന്നീട് വരുന്ന ലേറ്റർ റൊമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ ബൈറൺ ഉണ്ട്, ഷെല്ലി ഉണ്ട്, കീറ്റ്സ് ഉണ്ട്. ഇവരുടെ 3 പേരുടെയും പ്രധാനപ്പെട്ട വർക്കുകളും അവർ കണ്ടുപിടിച്ചിട്ടുള്ള തിയറീസും. അതായത് റൊമാൻറ്റിക് തിയറീസ് എന്ന് പറയുന്നതിൽ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് റൊമാൻറ്റിസത്തിനെ പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് അറിയുമ്പോൾ നന്നായിരിക്കും. അതുപോലെ ഗോത്തിക് നോവലിലേക്ക് വരുമ്പോൾ മേരി ഷെല്ലിയുടെ വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ഹൊറേസ് വാൾപോളിന്റെ വർക്കുകൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഓതറെ ചിലപ്പോൾ ഫോക്കസ് ചെയ്ത് ചോദിച്ചു എന്ന് വരാം. ഇനി ഹിസ്റ്റോറിക്കൽ നോവൽസ് വരുമ്പോൾ ജെയിൻ ഓസ്റ്റൻ വരുന്നുണ്ട്, വാൾട്ടർ സ്കോട്ടിന്റെ പ്രധാനപ്പെട്ട വർക്കുകളും വരുന്നുണ്ട്. അപ്പൊ എല്ലാ തരം റൈറ്റിങ്ങുകളും ഈ ഒരു പ്രോസിന്റെ ഒരു എന്താ പറയാ വരവിന് ശേഷം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി പ്രോസിലേക്ക് വരികയാണെങ്കിൽ ബേക്കണ് ശേഷം നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ് ആര്, ചാൾസ് ലാംബ് എന്ന് പറയുന്നത്. ഹാസ്ലിറ്റ് വരുന്നുണ്ട്, ലേഹണ്ട് വരുന്നുണ്ട്, ഡിക്കൻസി വരുന്നുണ്ട്. അപ്പൊ പ്രോസിന്റെ ഏരിയയിൽ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതാണ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് വർക്കുകളും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ആണ് അവിടെ വരുന്നത്. JS മില്ലിന്റെ സബ്ജുഗേഷൻ ഓഫ് വുമൺ, മേരി വൂൾസ് സ്റ്റോൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ എന്ന് പറയുന്നതെല്ലാം പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ആണ്. ഇപ്പൊ ഫെമിനിസ്റ്റ് വേവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 3 വേവ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. സ്റ്റിൽ അതിന്റെ തുടക്കമാണ് അവിടെ പറയുന്നത്. അതുപോലെ ബിഗിനിങ് ഓഫ് വിക്ടോറിയൻ ഏജ് പറയുന്നുണ്ട്, സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് വിക്ടോറിയൻ കോംപ്രമൈസ് ഉണ്ടായിരുന്നത്, എന്തായിരുന്നു വിക്ടോറിയൻ ഏജിന്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ വിക്ടോറിയൻ പോയട്രി, ടെന്നീസൺ,
അദ്ദേഹത്തിന്റെ ഡ്രമാറ്റിക് മോണോലോഗ്സ്, ബ്രൗണിങ്, അർണോൾഡ്, മാത്യു അർണോൾഡിന്റെ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്തായിരുന്നു, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ. അല്ല, പ്രീ റാപ്ലേറ്റ് മൂവ്മെന്റ് എന്തായിരുന്നു, അതിനെ ഡി ജി റോസറ്റി എങ്ങനെയാണ് ലീഡ് ചെയ്തത്, സി സ്വയൻബേൺ അതുപോലെ വില്യം മോറിസ് ഒക്കെ എങ്ങനെയായിരുന്നു പ്രീ റാപ്ലേറ്റ് മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് നൽകിയത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ എസ്തെറ്റിസിസം, അതിൽ വാൾട്ടർ പേട്ടറിന്റെ വർക്കുകൾ ആർട്സ് ഫോർ ആർട്സ് സൈക്ക് എന്താണ്, ആർട്ട് ഫോർ ലൈഫ് സൈക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. അതിൽ വിക്ടോറിയൻ പ്രോസ് വരികയാണെങ്കിൽ കാർലൈൽ, അതുപോലെ അർണോൾഡ്, കാർണൽ ന്യൂമാൻ, റിലീജിയസ് പ്രോസ്, അതുപോലെ റിലീജിയൻ എങ്ങനെയായിരുന്നു വിക്ടോറിയൻ സൊസൈറ്റീനെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അതുപോലെ വിക്ടോറിയൻ ബയോഗ്രഫി വരികയാണെങ്കിൽ ഓട്ടോബയോഗ്രഫി വരുമ്പോൾ റസ്കിൻ, ലിറ്റൺ സ്ട്രാറ്റെ, ലെസ്ലി സ്റ്റീഫൻ, അതുപോലെ വിക്ടോറിയൻ നോവൽസ്, ഇതൊക്കെ വലിയ വലിയ ഏരിയാസ് ആണ്. വിക്ടോറിയൻ നോവൽ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഒരു വൈഡ് ആൻഡ് വാസ്റ്റ് ആണ് ആ ഏരിയ എന്ന് പറയുന്നത്. വിക്ടോറിയൻ റിഫോം ആക്ട് എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് നടന്നു. അതുപോലെ ഒരു ചോദ്യം ചോദിക്കാം, 1851 ഓക്കെ, വിക്ടോറിയ രാജ്ഞി അവിടെ ഒരു പരിപാടി നടത്തുന്നുണ്ട് ഇംഗ്ലണ്ടിൽ. അതെന്താന്ന് അറിയുന്നവരെന്ന് കമന്റ് ചെയ്യുക. 1851 പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന ഏരിയയിലാണ്. അപ്പോൾ നടക്കുന്നത് എന്താണെന്ന് അറിയെങ്കിലെന്ന് കമന്റ് ചെയ്യുക. അല്ലെ, തോമസ് ഹാർഡിയുടെ നോവൽസ് പറയുന്നുണ്ട്. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു വേൾഡാണ് വെസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു ഏരിയ വെസെക്സ് നോവൽസ് എന്നാണ് ഹാർഡി നോവൽസിനെ അറിയപ്പെടുന്നത്. അതുപോലെ വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റുകൾ ആരായിരുന്നു? ബ്രോണ്ടെ സിസ്റ്റേഴ്സ് 3 പേര് വരുന്നുണ്ട്. ജോർജ് എലിയറ്റ്, അത് നമുക്കറിയാലോ. അതുപോലെ റിയലിസ്റ്റിക് നോവൽസ് വില്യം താക്കറെ വരുന്നുണ്ട്, ജോർജ് മെറിത്ത് വരുന്നുണ്ട്, ആർ എൽ സ്റ്റീവൻസൺ വരുന്നുണ്ട്, സ്റ്റീവൻസന്റെ കവിതകൾ വരുന്നുണ്ട്. അതുപോലെ വിക്ടോറിയൻ ഡ്രാമ വരികയാണെങ്കിൽ, ഡ്രാമാറ്റിക് ആയിട്ടുള്ള തിയേറ്റർ ബേസ്ഡ് വരികയാണെങ്കിൽ എന്താണ്, ഓസ്കാർ വൈൽഡ് വരുന്നുണ്ട്, ബെർണാഡ് ഷോ വരുന്നുണ്ട്. അതുപോലെ ഹോപ്കിൻസ്, അടുത്ത ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് വരുമ്പോൾ ഹോപ്കിൻസ് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻസ്കേപ്പ് എന്ന് പറയുന്ന മെത്തേഡ് എന്തായിരുന്നു, ഇൻസ്ട്രസ് എന്ന് പറയുന്ന മെത്തേഡ് എന്തായിരുന്നു, സ്പ്രങ് റിതം എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിലെ പ്രധാന കവിതയായിട്ടുള്ള വിൻഹോവർ എന്ന് പറയുന്ന കവിതയെക്കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി വിക്ടോറിയൻ ഏജ് വരുന്നുണ്ട്, കൊളോണിയൽ എന്റർപ്രൈസ് വരുന്നുണ്ട്. ഓക്കെ, അതിലാണ് പിന്നീട് നമ്മൾ നെറ്റിലും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന എഡ്യൂക്കേഷൻ വൈസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നത്. മക്കോളേസ് മിനിറ്റ് വരുന്നുണ്ട്, അർണോൾഡിന്റെ കൾച്ചർ ആൻഡ് അനാർക്കി വരുന്നുണ്ട്. അതുപോലെ റുഡിയാർഡ് കിപ്ലിങ്ങും ഇതിൽ വരുന്ന ഒരാളാണ്. ഇനി യൂണിറ്റ് 3യിലേക്ക് വരികയാണെങ്കിൽ 20th സെഞ്ചുറി ആൻഡ് കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. അപ്പോൾ എഡ്വേർഡിയൻ പീരീഡ് ഇതിൽ വരുന്നതാണ്. എഡ്വേർഡിന്റെ പീരീഡ്, അതായത് അന്നത്തെ രാജാവിന്റെ ഒരു പേരാണ്, കിങ് ആയിരുന്നു. ആ ഒരു ഏരിയ തൊട്ട് പിന്നീട് വേൾഡ് വാർ 1 തൊട്ടിട്ടുള്ള പൊളിറ്റിക്കൽ ഹാപ്പനിങ്സ് ആണ് വരുന്നത്. അവിടെ നമുക്ക് വാർ പോയിറ്റ്സിനെ കാണാം. റോബർട്ട് ബ്രൂക്ക് വരുന്നുണ്ട്, വിൽഫ്രഡ് ഓൺ വരുന്നുണ്ട്, സിഗ്ഫ്രഡ് സാസൂൺ വരുന്നുണ്ട്. പിങ്ക് പോയൻസ് ആയിട്ടുള്ള W.H. ഓഡൻ വരുന്നുണ്ട്, സിസിൽ ഡേ ലൂയിസ്, സ്റ്റീഫൻ സ്പെൻഡർ, മഗ്നീസ് വരുന്നുണ്ട്. ഇനി അവൻഗാർഡ് മൂവ്മെന്റുകൾ വരുന്നുണ്ട്. അവൻഗാർഡ് റെസിസ്റ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മൂവ്മെന്റുകളാണ് നമുക്കറിയാം. സിംബലിസ്റ്റ് മൂവ്മെന്റ്, അതുപോലെ W.B. ഈറ്റ്സ്, സർറിയലിസം എങ്ങനെ വരുന്നു, ഡിലാൻ തോമസ് ആരായിരുന്നു, അദ്ദേഹത്തിന് എത്ര പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ മോഡേണിസ്റ്റ് പോയട്രിയിലേക്ക് വരുമ്പോൾ ഹൈ മോഡേണിസ്റ്റുകളായിട്ടുള്ള എസ്രാ പോണ്ട്, T.S. എലിയറ്റ് എന്ന് പറയുന്ന ആൾക്കാർ, ഓക്കെ, 1921 1922 നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് കണക്കാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ഇറങ്ങിയിട്ടുള്ള കാലമാണ്. ഇനി വേഴ്സ് ഡ്രാമയാണെങ്കിൽ ക്രിസ്റ്റഫർ ഫ്രൈ ഉണ്ട്, T.S. എലിയറ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ വേൾഡ് വാർ 2 വരുന്നുണ്ട് അതിൻ്റെ കൂടെ, ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത്. വേൾഡ് വാർ 1 കഴിഞ്ഞ് ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് കഴിഞ്ഞത്, അതിനുശേഷം മൂവ്മെന്റ് പോയട്രി വരുന്നുണ്ട്, ഫിലിപ്പ് ലാർക്കിൻ, അതുപോലെ ടോം ഗണ്ണ് വരുന്നുണ്ട്, ടെഡ് ഹ്യൂഗ്സ് വരുന്നുണ്ട്, അവരുടെ വൈഫായിട്ടുള്ള റൈറ്റർ വരുന്നുണ്ട്, ആരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതുപോലെ സിമസീനി, ആൻഡ്രി മോഷൻ. അതുപോലെ ഇനി പ്രോസിലേക്ക് വരികയാണെങ്കിൽ G.K. ചെസ്റ്റർട്ടൺ വരുന്നുണ്ട്, മാക്സ് ബെഹോം, അതുപോലെ ബട്ടൺ റസലിന്റെ പ്രസിദ്ധമായ ബുക്ക് ഏതാ ഏതാ അറിയില്ല, വെസ്റ്റേൺ ഫിലോസഫിയെ കുറിച്ച് അടിപൊളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറയുന്ന വലിയ അഗാധമായിട്ടുള്ള ഒരു അടിപൊളി ബുക്ക് ബട്ടൺ റസൽ എഴുതിയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാം. ഇനി 20th സെഞ്ചുറി നോവൽ വരികയാണെങ്കിൽ വെർജീനിയ വൂൾഫ് വരുന്നുണ്ട്, മോഡേൺ ഫിക്ഷൻ ജോസഫ് കോൺറാഡിന്റെ വർക്കുകൾ വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് എത്രത്തോളം ലിറ്ററേച്ചറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുക. ഇനി ഏർലി മോഡേണിസം നോക്കുകയാണെങ്കിൽ D.H. ലോറൻസ് വരുന്നുണ്ട്, സൈക്കോളജിക്കൽ നോവൽ വരുന്നുണ്ട്. പിന്നീടാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ജെയിംസ് ജോയ്സ്, വിർജീനിയ വോൾഫ് എന്നീ ആൾക്കാരൊക്കെ എഴുതി പ്രതിഫലിപ്പിച്ചിട്ടുള്ളതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്.
ശേഷമാണ് ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ വരുന്നത്. ആൾഡസ് ഹക്സ്ലിയും അതുപോലെ ജോർജ് ഓർവെലിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ പോസ്റ്റ് വാർ ഫിക്ഷൻസ് വരുന്നുണ്ട്. വില്യം ഗോൾഡിങ്ങിന്റെ, കിങ്സ്ലി ഏമിസിന്റെ, ജോൺ വെയിന്റെ, അലൻ ചിലോട്ടയുടെ. ഡ്രാമാസ് വരുന്നുണ്ട്. ന്യൂ ഡ്രാമ, ഇബ്സന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ കാണാൻ പറ്റും. ബെർണാഡ് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ അവിടെ വരുന്നുണ്ട്. ബെർണാഡ് ഷോന് ഇതുപോലെ ഇവർക്ക് ഏതിനൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെ റൈറ്റിങ്ങിനാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമായിരുന്നു. ഇനി അതിന്റെ കൂടെ തന്നെയാണ് ഐറിഷ് ഡ്രമാറ്റിക് മൂവ്മെന്റുകൾ, അബേ തിയേറ്റർ, സെൽറ്റിക് റിവൈവൽസ്. കാരണം ഈ പറയുന്ന ഈറ്റ്സിന്റെയും സിഞ്ചിന്റെയും സിയാനോ സീസയുടെ ഒക്കെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ, പ്രധാനപ്പെട്ടും ഈറ്റ്സിന്റെ ഒക്കെ വർക്ക് നോക്കുകയാണെങ്കിൽ മിത്തുകളെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതുപോലെ അദ്ദേഹത്തിന്റെ വേൾഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത് മിത്തുകളായാലും അതുപോലെ തന്നെ പഴയ ഓർമ്മകളായാലും തമ്മിലുള്ളതാണ്. ഓക്കെ. ഇനി പോസ്റ്റ് വാർ ഡ്രാമ റൈറ്റേഴ്സ്, കിച്ചൺ സിംഗ് ഡ്രാമ എന്താണ്, അർണോൾഡ് വെസ്കർ ആരാണ്, ആംഗ്രി യങ്മൻ മൂവ്മെന്റ്, ജോൺ ഓസ്ബോണിന്റെ പ്രധാനപ്പെട്ട ഡ്രാമകൾ ഏതൊക്കെയായിരുന്നു, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതായിരുന്നു എന്നുള്ളത്. ഓക്കെ. അടുത്തതാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്നത്. അബ്സേർഡിസ്റ്റിക് തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ട ഒരു വർക്ക് ഉണ്ട്. ഒരു 4 പേര് വരുന്ന ഒന്നിനുമില്ലാത്ത ഒരു വർക്കാണ് അല്ലേ. പക്ഷെ ഏറ്റവും നല്ല വർക്കായിട്ട് കണക്കാക്കുന്ന ഏതാണ്? ഗോദോക്ക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ഗോദോക്ക്. ഓക്കെ. ഇനി അതിൽ സാമുവൽ ബക്കറ്റ് വരുന്നുണ്ട്, ഹരോൾഡ് പിന്റർ വരുന്നുണ്ട്, ടോം സ്റ്റോപ്പാർഡ് വരുന്നുണ്ട്. എപ്പിക് തിയേറ്റർ അതിൽ കൂടെ വരുന്നതാണ്, എഡ്വാർഡ് ബോണ്ട് വരുന്നതാണ്. കാരണം എപ്പിക് തിയേറ്റർ കുറച്ചും കൂടെ ഡിഫറെന്റ് മെത്തേഡിൽ തിയേറ്ററിനെ കാണുന്ന ഒരാൾക്കാരായിരുന്നു. ഓക്കെ. ഇനി റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബ്രിട്ടീഷ് റൈറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഡോറിസ് ലെസിംഗ് വരുന്നുണ്ട്, ഐറിസ് മുഡ്രോക്ക് വരുന്നുണ്ട്, ജെനറ്റ് വിന്റേർട്ടൺ വരുന്നുണ്ട്. ഇനി ഇമിഗ്രന്റ് റൈറ്റേഴ്സിലേക്ക് വരുമ്പോൾ കാഷു ഇഗുഗാരോ വരുന്നുണ്ട്, ഹനീഫ് ഖുറൈഷി വരുന്നുണ്ട്. ഇഗുഗാരോ ആക്ച്വലി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അദ്ദേഹം പ്രൈസ് ഒക്കെ നേടിയിട്ടുള്ള നല്ലൊരു റൈറ്ററാണ്. ഇനി അടുത്തതിലേക്ക് വന്നാൽ അമേരിക്കൻ, ഇന്ത്യൻ ആൻഡ് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന രീതി വരുന്നുണ്ട്. അതിലെ പിൽഗ്രിം ഫാദേഴ്സ്, പ്യൂരിറ്റാനിസം ഇൻ അമേരിക്ക, റൊമാൻറ്റിസം ഇൻ അമേരിക്ക, എമേഴ്സൺ, തോറ ഹാത്തോൺ, ഇവരാണ് റൊമാൻറ്റിസം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ റൊമാൻറ്റിസം അതേപോലെ കോപ്പി അടിച്ചിട്ടല്ല അമേരിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി 19th ആൻഡ് 20th സെഞ്ചുറി അമേരിക്കൻ പോയട്രി വരുമ്പോൾ വാൾ വിറ്റ്മാൻ വരുന്നുണ്ട്, ഡിക്കിൻസൺ വരുന്നുണ്ട്, എമിലി ഡിക്കിൻസൺ വരുന്നുണ്ട്. എഡ്ഗർ അലൻ പോയുടെ പ്രധാനപ്പെട്ട കവിതകൾ, റേവൻ പോലത്തെ കവിതകളും ഒന്ന് മനസ്സിലാക്കി ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. റോബർട്ട് ഫ്രോസ്റ്റ്, എസ്രാ പൗണ്ട് വരുന്നുണ്ട്. എസ്രാ പൗണ്ടിനെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ഒരു വെസ്റ്റേണൈസ്ഡ് കവിതകളിലും കാണാൻ പറ്റും, മോഡേണിസ്റ്റ് കവിതകളിലും കാണാൻ പറ്റും. കമ്മിങ്സ് വരുന്നുണ്ട്, വാലസ് സ്റ്റീവൻസ് വരുന്നുണ്ട്, റോബർട്ട് ലോവൽ വരുന്നുണ്ട്, ആനക് സെക്സ്റ്റൺ വരുന്നുണ്ട്. ഇവര് നമ്മൾ എല്ലാ പേര് പറയുമ്പോഴും ഒരു ഒരു പേരിലിരിക്കുന്ന അർത്ഥം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ഇപ്പോ ഒരു വാൾ വിറ്റ്മാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എമേഴ്സൺ തോറോ എന്ന് പറയുമ്പോൾ അവരെന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഒരു 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 പെർഫറൽ ആയിട്ടുള്ള നോളജ് എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വേണം. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യത്തെ സെറ്റ് എഴുതുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, ഒരു ഒരു പേഴ്സണെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ഡിസ്ക്രിപ്ഷനും കഴിഞ്ഞ് അത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ആ ചോദ്യം ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട റൈറ്റർ ആണ് എന്ന് പറയുമ്പോൾ ഒരു 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. 4 ആഫ്രിക്കൻ റൈറ്റർ ആയിരിക്കും. പ്രധാനപ്പെട്ട നോവൽ നിന്നിട്ടുള്ള പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസിദ്ധമായ ഒരു ലൈബ്രറിയിൽ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്, പക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ റൈറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പല കണക്ഷനും പോകും, പക്ഷെ ലൈബ്രറിയൻ ആയിരുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എനിക്കറിയില്ലായിരുന്നു ഒന്ന്, പിന്നീടാണ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ചോദ്യങ്ങളും വേണമെങ്കിൽ വരാം. ഓക്കെ. ബയോഗ്രഫി പഠിക്കണമെന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ ആ ഒരാളുടെ ജീവിത ചരിത്രം അറിയുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇനി അടുത്ത ഒരു അമേരിക്കൻ നോവലിലേക്ക് വരുമ്പോൾ മാർക്ക് ട്വൈൻ ഉണ്ടായിരിക്കും, മെൽവിൽ ഉണ്ടായിരിക്കും, ഹാരിയറ്റ് ബീച്ചർ ഉണ്ടായിരിക്കും, സ്റ്റോ, അതുപോലെ വില്യം ഫോക്നർ, ഹെൻറി ജെയിംസ്, ഇവരെയൊക്കെ പറ്റിയിട്ട് വിവരിക്കുന്ന ഒരു വേറൊരു വർക്ക് തന്നെ ഇംഗ്ലീഷ് നോവൽസിൽ വന്നിട്ടുണ്ട്, വർക്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇനി ഹെമിംഗ് വേ വരുന്നുണ്ട്. ഹെമിംഗ് വേയുടെ പ്രധാനപ്പെട്ട വർക്കുകൾ സ്റ്റീവൻ ബെക്ക്, സോൾ ബെലോ, ലെസ്ലി മൊർമോൺ സിൽക്കോ വരുന്നുണ്ട്. അതിനുശേഷമാണ് വരുന്നത് ഹാർലം റിനേസൻസ് വരുന്നുണ്ട്, റാൽഫ് എലിസൺ, ആലിസ് വാക്കറിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. ടോണി മോറിസിന്റെ വർക്കുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി അമേരിക്കൻ ഡ്രാമയിൽ യൂജീൻ ഓനിൽ വരുന്നുണ്ട്, ടെന്നിസി വില്യംസ്, അതുപോലെ ആർതർ മില്ലർ, ലോറൻസ് ഹാൻസ്ബറി, അതുപോലെ സാം ഷെപ്പാർഡ്, മേരി ബറാക്ക ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു റൈറ്ററായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആളാണ്.
ആൻഡ് ദ ബിഗിനിങ് ഓഫ് ഇന്ത്യൻ പോയിട്രി ഇൻ ഇംഗ്ലീഷ്. വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു? മധുസൂദൻ ദത്ത്. ഇന്ത്യൻ റൈറ്റിംഗ്, ഇന്ത്യൻ പോയിട്രി പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടങ്ങേണ്ട ആൾക്കാരാണ്. അതുപോലെ അരബിന്ദോ, ടാഗോർ, തോരോദത്ത്, അതുപോലെ സരോജിനി നായിഡു എന്ന് പറയുന്ന ആൾക്കാർ. അതിന് അവരുടെയാണ് ബേസ് ഇടുന്നത് ഇന്ത്യൻ പോയിട്രിക്ക്. അത് കുറച്ചും കൂടെ വെസ്റ്റേണൈസ്ഡ് ആണ് എന്ന് പറയാൻ കാരണം അതിന്റെ ഒരു ടച്ച് നമുക്കുണ്ടായിരുന്നു. ഓക്കെ. ഇനി നിസീം ഇസക്കേൽ വരുന്നുണ്ട്, കെ ദാരുവാല വരുന്നുണ്ട്, കെ രാമാനുജൻ വരുന്നുണ്ട്, ജയൻ മഹാപത്ര വരുന്നുണ്ട്, കമലാദാസ്, ഡോമോറിയസ്, അതുപോലെ ജീവ് പട്ടേൽ, അരുൺ കൊലാത്കർ, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് റൈറ്റേഴ്സ് അവിടെ വന്നു പോകുന്നുണ്ട്. ഓക്കെ. ഇനി ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ വരികയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഫേസിൽ വരുന്ന ആൾക്കാരാണ് രാജാ റാവു, അദ്ദേഹത്തിന്റെ കാന്തപുര എന്ന് പറയുന്ന വർക്ക്, ടോക്കിംഗ് ബാക്ക് ടു എംപയർ എന്ന് പറയുന്നത്, അതുപോലെ R.K. നാരായണന്റെ മാൽഗുഡി ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾ, മുൾക്ക് രാജ് ആനന്ദിന്റെയും അതുപോലെ ഖുഷ്വന്ത് സിംഗിന്റെ പാകിസ്ഥാനെ പറ്റിയിട്ടുള്ള വർക്ക്, അതുപോലെ മുൾക്ക് രാജ് ആനന്ദിന്റെ കുറച്ചും കൂടെ ബ്രൂട്ടൽ റിയാലിറ്റി പറയുന്ന സോഷ്യൽ നോവൽസ് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ വർക്കുകൾ ഒരു 80-90, ഒരു 100-120 പേജൊക്കെ ഉണ്ടായിരിക്കുള്ളൂ ആനന്ദിന്റെയൊക്കെ വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ. രാജാ റാവുവിന്റെ ചില വർക്കുകൾ അത്രയേ ഉള്ളൂ. ഇനി ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ഇന്ന് നോക്കുകയാണെങ്കിൽ നയൻതാര സെഹ്വാളെ കാണാൻ പറ്റും, അനിതാ ദേശായിനെ കാണാൻ പറ്റും, ശശി ദേശ്പാണ്ഡെ, അതുപോലെ സൽമാൻ റഷ്ദി, അതുപോലെ ജുംബ ലാഹിരി, അതുപോലെ അരുന്ധതി റോയ്, എല്ലാവരും അതിൽ ഒരു സെറ്റ് ഓഫ് റൈറ്റേഴ്സ് അവിടെ കാണാം. ഇനി ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ വരികയാണെങ്കിൽ ഹരീന്ദ്രനാഥ് ചത്തോപാധ്യായ്, TP കൈലാസം, ആസിഫ് കരിമ്പോയ്, ബാദൽ സർക്കാർ, അതുപോലെ ഗിരീഷ് കർണാട്. കർണാടിന്റെയും ബാദൽ സർക്കാരിന്റെയും പ്രധാനപ്പെട്ട വർക്കുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ മഞ്ജുള പത്മനാഭനും ചോദിക്കാറുണ്ട്. ഇനി ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആൻഡ് കൊളോണിയലിസം. ഓക്കെ. ലിയോപോൾഡ് സെങ്ങോറിന്റെ വർക്ക്, അതുപോലെ ക്രിസ്റ്റഫർ ഒക്കീഗോ, അതുപോലെ ചിനുവ അച്ചബയുടെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളുണ്ട്. വോൾസോയിങ്കയുടെ വർക്കുകൾ ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചില ക്യാരക്ടേഴ്സിനെ എടുത്തിട്ടാണ് ചോദിക്കാറുള്ളത്. ഈ ക്യാരക്ടർ എങ്ങനെ വർക്ക് ചെയ്തു, ഈ ക്യാരക്ടർ ഏതിലെയാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം ഇതിൽ വരുന്നതാണ്. അതുപോലെ ഇങ്ങുങ്കി വാ തിയോങ്, അതുപോലെ ജോൺ പെപ്പർ ക്ലർക്ക്, അതുപോലെ ബെൻ ഒക്രിയുടെ വർക്കുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ കരീബിയൻ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ എമി സെസേറിന്റെ വർക്ക്, ഫ്രാൻസ് ഫാനന്റെ വർക്കൊക്കെ പ്രധാനപ്പെട്ട വർക്കുകൾ നമുക്ക് എടുക്കാം. ഇനി VS നൈപ്പോളിന്റെ വർക്കുകൾ, അതുപോലെ ജോർജ് ലാമിംഗ്, ഡെറക് വാൾക്കോട്ട്, ഇത് ഈ ആൾക്കാരും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്രയും ആൾക്കാർ ഇവിടെ ചോദിക്കുന്നുണ്ടെങ്കിലും അവര് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. കുറച്ചും കൂടെ ഒരു നോട്ടബിളി നിങ്ങൾ എടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാവാൻ സാധ്യതയുണ്ട്. അതുപോലെ കനേഡിയൻ ലിറ്ററേച്ചറൊക്കെ വരുമ്പോൾ മോഡേണിസം ആണ് അവിടെ തുടങ്ങുന്നത്. EJ പ്രാട്ട്, സിൻക്ലെയർ റോസ്, അതുപോലെ നേറ്റീവ് കനേഡിയൻ വർക്കുകളുടെ, അതുപോലെ റൈറ്റേഴ്സിന്റെ തോംസൺ ഹൈവേ, അതുപോലെ പ്രയറി ലൈഫ്, മാർഗരറ്റ് ലോറൻസ്, അതുപോലെ മൾട്ടി കൾച്ചറലിസം എങ്ങനെയാണ് വരുന്നത്, അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പോയി അവിടെ സെറ്റിലായ ആൾക്കാരുടെ വർക്കുകൾ, ഡയസ്പോറിക് റൈറ്റേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ. ക്ലയർ ഹാരിസ്, അതുപോലെ റോയിൻസ്റ്റൺ മിസ്ട്രി ഇവിടെ വരുന്നുണ്ട്. പിന്നെ മൈക്കൽ ഒണ്ടാജെ വരുന്നുണ്ട്. ഒണ്ടാജെ ഇതുപോലെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു റൈറ്ററാണ്, നെറ്റിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഇനി ആസ്ട്രേലിയൻ പോയട്രിയിലേക്ക് വരുമ്പോൾ ബുഷ് പോയട്രി എന്താണ്, അതുപോലെ AD ഹോപ്പ്, അതുപോലെ ജൂഡിത്ത് റൈറ്റ്, അതുപോലെ നെസ്മറെ, അതുപോലെ സാലി മോർഗൻ, പാട്രിക് വൈറ്റിനെ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. പാട്രിക് വൈറ്റ് എന്ന് പറയുന്ന ആളെ എന്താണ് അദ്ദേഹം ഓസ്ട്രേലിയൻ ലിറ്റററി സർക്കിളിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അദ്ദേഹം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ റൈറ്ററാണ് പാട്രിക് വൈറ്റ് എന്ന് പറയുന്നത്. ഇനി സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ ലഗ്ദാസ, അതുപോലെ റോമേഷ് ഗുണസേഖര, അതുപോലെ എഡ്വിൻ തുമ്പോ, മാക്കി ഖുറേഷി, അതുപോലെ തസ്ലീമ നസ്രീൻ നമ്മൾ പിന്നെ അറിയുന്നുണ്ടതായിരിക്കും സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ. ഇനി അടുത്തതിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അടുത്ത ഒരു ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, സൗണ്ട് സിസ്റ്റം ഓഫ് ഇംഗ്ലീഷ്, വൗവൽസ് ആൻഡ് കോൺസണന്റിനെ പഠിക്കുക. അതുപോലെ ഇംഗ്ലീഷ് ഫോണോളജി, സിലബൽ സ്ട്രക്ചർ എന്താണ്, സ്ട്രെസ്, കണക്റ്റഡ് സ്പീച്ച്, ഇൻറ്റോണേഷൻ, ഫോണോളജിക്കൽ റൂൾസ്, അസിമിലേഷൻ, എലീസൺ, അതുപോലെ വീക്ക് ഫോംസ് എന്താണ്, എങ്ങനെ വരും. അതുപോലെ ഇംഗ്ലീഷ് മോർഫോളജി വരികയാണെങ്കിൽ മോർഫീംസ് എന്താണ്, വേർഡ് ബിൽഡിംഗ് എങ്ങനെ നടത്താം, അഫിക്സേഷൻസ് എന്താണ്, പ്രിഫിക്സ് സഫിക്സ് എന്താണ്, അതുപോലെ സെമാൻറ്റിക്സ് എങ്ങനെ വരും, സെമാൻറ്റിക്കിന്റെ ടൈപ്സ് ഓഫ് മീനിങ്സ് എങ്ങനെ വരും, സെമാൻറ്റിക് ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഇൻഡോ യൂറോപ്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഒരു ഡെസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ജർമാനിക് ഫാമിലി ഏതാണ്, ഗ്രിംസ് ലോ എന്താണ്, വേർണേഴ്സ് ലോ എന്താണ്,
അതുപോലെ ഓൾഡ് ഇംഗ്ലീഷ് വരുമ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് ഡയലക്റ്റുകൾ ഏതൊക്കെയാണ്, ഓൾഡ് ഇംഗ്ലീഷ് ഗ്രാമർ, ഓൾഡ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ, വൊക്കാബുലറി, ലിറ്ററേച്ചർ, സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു. അതുപോലെ അടുത്തൊരു മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് എങ്ങനെയാണ്, അതായത് നോർമൻ കീഴടക്കൽ അവിടെ ഉണ്ടാവുന്നുണ്ട്, നോർമൻ ഫ്രഞ്ച് അധിനിവേശം ഉണ്ടാവുന്നുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ മാറുന്നുണ്ട്, അതുപോലെ വൊക്കാബുലറി മാറുന്നുണ്ട്, ഇതൊക്കെ അവിടെ വരുന്നതാണ്. റിനൈസൻസ് പീരീഡിലേക്ക് എത്തുമ്പോഴേക്കും ലാറ്റിൻ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതുപോലെ ഷേക്സ്പിയറിന്റെയും മിൽട്ടന്റെയും കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലീഷ് റിനൈസൻസിനും ഇംഗ്ലീഷ് ഭാഷയ്ക്കും എത്രത്തോളം വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ അമേരിക്കൻ ആൻഡ് ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷിലെ വ്യത്യാസം എന്താണ്. ഓക്കെ. അതുപോലെ ഇംഗ്ലീഷ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ വേൾഡ് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ആസ് ദ ലാംഗ്വേജ് ഓഫ് നോളജ് ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഇംഗ്ലീഷ്, അതുപോലെ മെനി ഇംഗ്ലീഷ് എന്നുള്ള പേരിൽ വരുന്നത്. അതുപോലെ അപ്രോച്ചസ് ടു ഇംഗ്ലീഷ് ലേണിംഗ്, ബിഹേവിയറിസം എന്താണ്, കോഗ്നേറ്റീവിസം എന്താണ്, കൺസ്ട്രക്റ്റിവിസം എന്താണ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എങ്ങനെ വരുന്നു, ക്രിട്ടിക്കൽ പെഡഗോഗി എന്താണ്, അതുപോലെ തിയറി ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജ് ആസ് നോളജ്, ലാംഗ്വേജ് ആസ് സ്കില്ല്, സെറ്റ് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എങ്ങനെ വരും, ബിഹേവിയറൽ പാറ്റേൺ ആയിട്ട് എങ്ങനെ വരും. ഇനി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ടീച്ചിങ് ഇൻ ഇന്ത്യ വരികയാണെങ്കിൽ മെക്കാളേഴ്സ് മിനിറ്റ് തൊട്ട് 1835 മെക്കാളേഴ്സ് മിനിറ്റ് തൊട്ട് നമുക്ക് പറയാനുണ്ട്. ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതായത് അവർ പറയുന്ന ഒരു വാക്കാണ്, ബ്ലഡിൽ ഇന്ത്യനും കൾച്ചറിലും വിദ്യാഭ്യാസത്തിലും എഡ്യൂക്കേഷനിലും വെസ്റ്റേണും ആയിട്ടുള്ള ഒരാളെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഇത് വരാനുള്ള കാരണം. അതുപോലെ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, ESL എങ്ങനെ വരും. അതുപോലെ ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ് എന്താണ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്താണ്. ഇനി പ്രധാനപ്പെട്ട എനിക്കിഷ്ടമുള്ള ഒരു ഏരിയ ആണ് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ്, ട്രാജഡി, കഥാർസിസ് എന്താണ്, ലോഞ്ചൈനസ് എന്താണ്, സബ്ലിമിറ്റി എത്ര തരത്തിൽ, 5 തരത്തിലാണ് സബ്ലിമിറ്റി തിരിച്ചിട്ടുള്ളത്. അതുപോലെ അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന റൈറ്റിംഗ് വരുന്നുണ്ട്. ഓക്കെ, അത് എഴുതിയത് ആർക്കെതിരെയാണ്, എന്തിനെതിരെയാണ് എഴുതിയതെന്ന് നമുക്കറിയണം. അതുപോലെ ജോൺസന്റെ എഴുത്തുകൾ വരുന്നുണ്ട്. പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്നുള്ള വർക്ക് അതിൽ വരുന്നതാണ്, പ്രധാനപ്പെട്ട വർക്കാണ്. റൊമാൻറ്റിക് തിയറി എന്താണ്, പോയറ്റിക് ഡിക്ഷനെ കുറിച്ചും ലാംഗ്വേജിനെ കുറിച്ചും. അതുപോലെ ഫാൻസി ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് കോളറിഡ്ജ് കൊണ്ടുവരുന്ന ഒരു ഐഡിയ ആണ്. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റ്സ് കൊണ്ടുവരുന്ന ഒരു ഐഡിയ ആണ്. മാത്യു അർണോൾഡിന്റെ ടച്ച് സ്റ്റോൺ മെത്തേഡ്, ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം, അതുപോലെ ഏലിയറ്റിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ലീവിസിന്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നു. ഇതൊക്കെ വർക്കുകളാണ്, പക്ഷെ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റുകൾ നമുക്ക് കണക്കാക്കണം. ഇനി വില്യം എംസൺ വരികയാണെങ്കിൽ ആംബിഗിറ്റി എങ്ങനെയാണ്, ക്ലിയാൻ ബ്രൂക്സിന്റെ ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എങ്ങനെ വരും, റിച്ചാർഡ്സിന്റെ ന്യൂ ക്രിറ്റിസിസം, അതുപോലെ ഫ്രൈഡ് ആർക്കിടൈപ്സ് പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിത്തോളജീസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫ്രൈഡ്, അതുപോലെ തന്നെ നമ്മൾ ഈ ബേസിക്കലി പറയുന്ന സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൈറ്റിംഗ്സിലൊക്കെ ഇത് കാണാം. അതുപോലെ ലിബറൽ ഹ്യൂമനിസം, ടേൺ ടു തിയറി, ടെക്സ്റ്റ് ഐഡന്റിറ്റി ലാംഗ്വേജ്, റഷ്യൻ ഫോർമലിസം കഴിഞ്ഞു വരുന്ന ബാക്കിയുള്ള തിയറീസ് വരുന്നുണ്ട്. അത് അമേരിക്കൻ രീതിയിലേക്ക് പോകുന്നുണ്ട്, അല്ലെ, സ്ട്രക്ചറലിസം ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം വരികയാണെങ്കിൽ ക്യാപിറ്റൽ എന്താണ്, ബേസ് എന്താണ്, സൂപ്പർ സ്ട്രക്ചർ എന്താണ്, അൽത്തൂസർ, ഗ്രാംസ്കി, നിയോ മാർക്സിസം പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഗ്രാംഷിയൊക്കെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് റൈറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും, തീർച്ചയായിട്ടും കണക്കാക്കണം. ഈ സൈക്കോ അനാലിസിസ് വരികയാണെങ്കിൽ ഇത് ഈഗോ, സൂപ്പർ ഈഗോ വരുന്നുണ്ട്. സെക്സ്വാലിറ്റിയും അതുപോലെ അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഐഡിയ എങ്ങനെയാണ് വരുന്നത് എന്നറിയണം. അതുപോലെ മോഡേണിസം, ഹേബർമാസ് ആരാണ്, മോഡേണിറ്റി എന്താണ്, പോസ്റ്റ് മോഡേണിസം എന്താണ്, ഫ്രെഡറിക് ജെയിംസൺ എന്ന് പറയുന്ന ആള്. ഇനി പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുകയാണെങ്കിൽ ബാർത്തസിന്റെ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സിനിമ, ഇപ്പൊ നമ്മൾ സിനിമ റിവ്യൂ പറയുന്നുണ്ടല്ലോ, അപ്പോൾ സിനിമ കണ്ട് അല്ലെങ്കിൽ സിനിമ അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഡെത്ത് ഓഫ് ദ ഓതർ ആണ്. പിന്നെ ഉണ്ടാക്കിയ ആൾക്ക് അതിനെപ്പറ്റി പറയാനൊന്നും നിവൃത്തിയില്ല, അല്ലെങ്കിൽ പറയാൻ പാടില്ല, കാരണം ഡെത്ത് ഓഫ് ദ ഓതർ പറഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞു. അതായത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് അത് മുഴുവനായിട്ട് പ്രേക്ഷകരിലേക്ക് പോവാണ് എന്നുള്ള ഐഡിയ ആണ് അവിടെ വരിക. ഡെറിഡയുടെ ഡികൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ വരുന്നുണ്ട്. അതായത് ബേസിക്കലി ഇപ്പൊ നമ്മൾ ഒരു മരം എന്ന് പറയുകയാണെങ്കിൽ മരം എന്ന് പറയുന്ന വാക്കും ആ വാക്ക് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക്, അതായത് ഞാൻ മരം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ ആണ് വന്നിട്ടുള്ളത്. ഇതേ മരം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേറെ ഒരു മരമാണ് വന്നിട്ടുണ്ടായിരിക്കുക. എൻ്റെ മനസ്സിലേക്ക് ചിലപ്പോൾ ഒരു ആൽമരോ അല്ലെങ്കിൽ ഒരു മാവോ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, നിങ്ങൾക്ക് വേറെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അതാണ് ബേസിക്കലി ഈ ഒരു
സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ എന്നൊക്കെ പറയുന്നതിൽ വരുന്നത്. ഓക്കെ, ഫെമിനിസം വരുമ്പോൾ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് വരുന്നുണ്ട്. സൈമൺ ടി ബിവർ വരുന്നുണ്ട്, ബ്രിട്ടി ഫ്രീഡൻ വരുന്നുണ്ട്, എലൈൻ ഷോൾട്ടർ വരുന്നുണ്ട്. അതുപോലെ സെക്സ്, ജെൻഡർ, ജെൻഡർ പ്ലേ, അതുപോലെ ജൂഡിത്ത് ബട്ട്ലറുടെ പ്രധാനപ്പെട്ട വർക്കുകളും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഇത്രയും വലിയ ഒരു സിലബസ് ആണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. അതുപോലെ ഇനി വരികയാണെങ്കിൽ പോസ്റ്റ് കൊളോണിയലിസം വരുന്നുണ്ട്, അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട്, ബില്ലാഷ് ക്രോഫ്റ്റ് വരുന്നുണ്ട്, എംപയർ റൈറ്റിംഗ് ബാക്ക് എന്ന് പറയുന്ന അടിപൊളി വർക്ക്, സബാൾട്ടേൺ സ്കൂള്, റൈസ് ആൻഡ് എത്തനിസിറ്റി, ഹോമിക്കെ ബാബയുടെ ഹൈബ്രിഡിറ്റി എന്താണ്, മിമിക്രി എന്താണ്, അല്ലെ? ഭയങ്കര എളുപ്പമാണ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. മിമിക്രി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കൊളോണിയൽ അല്ലെങ്കിൽ നമ്മളെ കോളനൈസ് ചെയ്തവരെ മിമിക്രി ചെയ്താൽ നോക്കുകയാണ്. നമ്മൾ അവരെ പോലെ ആയി മാറാൻ വേണ്ടിയിട്ട് ഡ്രസ് ഇട്ട് നടക്കുന്നതിന് എന്ത് പറയാം? മിമിക്രി എന്ന് പറയുന്നത്. അതുപോലെ കൾച്ചറൽ മെറ്റീരിയലിസം ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം വരുന്നുണ്ട്. അതിൽ ഡൊളിമോർ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ ഷേക്സ്പിയർ എന്നവരുടെ വർക്ക് വരുന്നുണ്ട്, ഫൂക്കോ വരുന്നുണ്ട്, ഫൂക്കോന്റെ പവർ ആൻഡ് ഡിസ്കോസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വർക്ക് വരുന്നുണ്ട്. അതുപോലെ ദളിത് എസ്തെറ്റിക്സ്, അംബേദ്കർ വരുന്നുണ്ട്, നാംദിയോ ദസഡ് വരുന്നുണ്ട്, ശരൺ കുമാർ ലിംബാലെ വരുന്നുണ്ട്. ലിംബാലെയൊക്കെ നമ്മൾ ശരിക്കും എടുത്ത് വായിക്കേണ്ട ആളാണ്, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട ആളല്ല. സ്റ്റിൽ അതുപോലെ തിയറീസ് ഓഫ് ട്രാൻസ്ലേഷൻ, സോഴ്സ് ടെക്സ്റ്റ് എന്താണ്, ടാർഗറ്റ് ടെക്സ്റ്റ് എന്താണ്. സോഴ്സ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റ് അത് ഏത് ലാംഗ്വേജിലുള്ളതാണ്. ഇപ്പൊ മറാഠി ലാംഗ്വേജിലുള്ള ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ അതാണ് സോഴ്സ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഏതിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ഇക്വാലൻസ് എന്താണ്, മീനിങ്, ട്രാൻസ്ലേറ്റബിലിറ്റി, ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള റൈറ്റിംഗിലേക്കൊക്കെ വന്നേക്കാം. എന്തായാലും നമ്മൾ ഒരു 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 വർക്ക് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് മാറിപ്പോയിട്ടുണ്ടായിരിക്കും, അല്ലെ? അതിന്റെ അർത്ഥം കുറച്ചൊക്കെ മാറും. റീറൈറ്റിംഗ് എന്താണ്, റീറൈറ്റിംഗ്, അതുപോലെ അഡാപ്റ്റേഷൻ എങ്ങനെ വരും. ഇനി കൾച്ചറൽ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ കൾച്ചർ എന്താണ്, ഐഡിയോളജി എന്താണ്, ഹെജിമണി നമ്മൾ നേരത്തെ സംസാരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. ഫ്രാങ്ക്ഫർട്ട് സ്കൂള്, ബിർമിംഗ്ഹാം സ്കൂള്, കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്ന ഐഡിയ, റൈമണ്ട് വില്യംസിന്റെ റൈറ്റിംഗ്, അതുപോലെ റെപ്രസെന്റേഷൻ, മീഡിയ, സൊസൈറ്റി, പോപ്പുലർ കൾച്ചർ എങ്ങനെ വരുന്നു, ടീൻ സ്റ്റഡീസ്, സിറൈൽ ഗ്ലോട്ട്ലി, അതുപോലെ എറിക് ഫ്രോം, അതുപോലെ വന്ദന ശിവയുടെ വർക്കുകൾ. ഓക്കെ, ഇന്ത്യൻ എസ്തറ്റിക്സിലേക്ക് വരുമ്പോൾ ഭാവവക്രോക്തി, രസധ്വനി എന്ന് പറയുന്ന അലങ്കാരകൾ, അനുമാന രീതി, സ്ഫോട ആൻഡ് ഔചിത്യ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. നോക്കൂ, അത്ര വലിയൊരു കൺസെപ്റ്റ് ആണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലോണം സമയമെടുക്കുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാൻ തുടങ്ങുക. യൂണിറ്റ് വൈസ് കവർ ചെയ്ത് പോകുന്നത് വളരെയധികം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഏരിയാസിന് നമ്മൾ കുറേ അധികം സമയം കൊടുത്ത് പഠിക്കും. അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിലിരുന്ന് പോകും. ഇപ്പൊ ചില ആൾക്കാർക്ക് ലിറ്റററി തിയറീസ് ഇഷ്ടമായിരിക്കില്ല, അപ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ വർക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ലിറ്റററി തിയറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റോ തൊട്ടങ്ങ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ലാസ്റ്റ് ഒരു ഡെറിഡയൊക്കെ എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഏലിയറ്റ് ഒക്കെ കഴിഞ്ഞ് ഡെറിഡ എത്തുമ്പോഴേക്കും ഒരു എൻ നമ്പർ ഓഫ് ബൾക്ക് ടെക്സ്റ്റുകളുടെ പേര് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അതിന് പകരം നിങ്ങൾ ഒരു ഏജ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നീങ്ങണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പഠനമായിരിക്കും ഇഷ്ടം. അത് തെറ്റൊന്നുമല്ല. പക്ഷെ എവിടെയും സ്റ്റക്ക് ആവാതെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു റൈറ്റിങ്സ് പറയാറുണ്ട്, ഷേക്സ്പിയർ എന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പണ്ടായിരുന്നു അധികം കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. കാരണം ഷേക്സ്പിയറെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഏലിയറ്റിനെ ഫോക്കസ് ചെയ്യുക. ഇന്ന് ആ രീതി മാറിക്കഴിഞ്ഞു. നിങ്ങൾ അതിന്റെ ഒരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അങ്ങനത്തെ രീതി മാറി. കാരണം ഇപ്പൊ ഡൈവേഴ്സ് ആയിട്ട് പല ഏരിയകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സാധാരണ ഒരു പരീക്ഷ എടുത്ത് നോക്കിയാൽ, നെറ്റോ സെറ്റോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ബുക്കിൽ നിന്നുള്ള അതേ ചോദ്യങ്ങൾ എടുത്ത് ഇതിലേക്ക് ഇടുന്നത് കാണാം. ചിലപ്പോൾ ചില സൈറ്റിലെ അതേ ചോദ്യങ്ങൾ ഇതിൽ എടുത്തിടുന്നത് കാണാം. സോ കുറെ അധികം അന്വേഷിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നന്നായിരിക്കും. എന്തായാലും നമ്മളുടെ ചാനൽ കൂടുതൽ MCQ ആയിട്ട് എന്തായാലും വരുന്നതാണ്. ഈ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ MCQ കിടപ്പുണ്ട് കുറെ. അല്ലെങ്കിൽ നമ്മളുടെ കേട്ടറ്റിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും നിങ്ങൾക്ക് കുറെ അധികം പ്ലേലിസ്റ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ കേട്ടറ്റിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലും കുറെ MCQ കിടക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ ക്ലാസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്തായാലും നമ്മൾ ക്ലാസ്സുകളായിട്ട് വരും. MCQ ആണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമ്മൾ സമയമെടുത്ത് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മളൊരു മുന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആരുടെങ്കിലും കൂട്ടുകാർ സെറ്റൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിലബസ് ഒന്ന് കണ്ടു നോക്കാൻ പറയുക. പേപ്പർ 1ന്റെയും ഇതുപോലെ ഇംഗ്ലീഷിന്റെയും ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു സെറ്റ് ക്ലിയർ ചെയ്യാനുള്ള ആശംസകൾ നേരുന്നു. എന്തായാലും ചാനലൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ടും ക്ലാസ്സുകളുമായിട്ട് വരാം. അതുപോലെ നിങ്ങൾ കേട്ടറ്റിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെറ്റിനാണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെറ്റിന്റെ സെറ്റിന്റെ MCQs ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കേട്ടറ്റിന്റെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സീ.